യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ഈ ആൾധാരയിൽ ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായി നമ്മുടെ കൂടെയായിരിക്കുന്ന നല്ല തമ്പുരാൻ്റെ വലിയ സ്നേഹത്തെയും മഹനീയ സാന്നിധ്യത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം മനുഷ്യവംശത്തെ ഇത്രമാത്രം അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും തീരുമാനമെടുത്തപ്പോൾ പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹം ഇന്നും ഈ ലോകം മുഴുവനും അനുഭവിച്ചറിയുവാൻ വിശുദ്ധ കുർബാനയായി മാറിയ ഈശോ, ഈശോയെ ഈ അൾത്താരയിൽ നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ, നിൻ്റെ ചുറ്റിലും ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ കൃപയുടെ സമയം, 3 മണി സമയം, കർത്താവേ, ഗാഗുൽത്താമലയിൽ കഠോരമായ വേദനകൾ അനുഭവിച്ച് ഞങ്ങൾക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത സമയമാണ്. നിൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തവും തിരുജലവും ഞങ്ങളെ നിൻ്റെ കരുണയിൽ ശുദ്ധീകരിക്കുന്ന സമയമാണ്. കർത്താവേ, നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് ഞങ്ങൾ തീക്ഷ്ണമായിട്ടും പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായിട്ടാണ് സഭ ആഘോഷിക്കുക. അതിനൊരുക്കമായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായും വിശുദ്ധീകരിച്ച് വലിയ ഒരു ഒരുക്കത്തോടുകൂടെ ഈ ഒരു തിരുനാളിലേക്ക് പ്രവേശിക്കണമെന്നുള്ളത് സഭ നിർദ്ദേശിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നോമ്പ് കാലത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രാർത്ഥനയിലൂടെ ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഉയർപ്പും ഒക്കെ
എന്തുമാത്രം നൊമ്പരത്തിലൂടെ, എന്തുമാത്രം വേദനകളിലൂടെയാണ് ഈശോ കടന്നു പോയത് എന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. ഇത്രമാത്രം വേദനകൾ ഈശോ സഹിക്കുന്നതും ഇത്രമാത്രം നൊമ്പരങ്ങൾ ഈശോ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നതും മനുഷ്യവംശത്തോടുള്ള സ്നേഹം മൂലമാണ്. നമ്മളിൽ ആരും നശിച്ചു പോകാൻ പാടില്ല എന്നുള്ള കാര്യം ദൈവം ഇത്രമാത്രം അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഇത്ര അധികമായി വേദനകൾ ഏറ്റെടുക്കുവാനും ഈശോ തയ്യാറാണ്. ദൈവത്തിൻ്റെ സ്നേഹം എന്തുമാത്രമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ഈ ഒരു തിരിച്ചറിവോടുകൂടെ നമ്മൾ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയും കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ നമ്മുടെ ജീവിതങ്ങൾ നിറയുന്നത് പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കുവാനും അതുപോലെ തന്നെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും നമ്മൾ തുടങ്ങുമ്പോഴാണ്. കരുണയുടെ ഛായാചിത്രത്തിൽ നമ്മൾ കാണുന്ന കാര്യമുണ്ട്. ഈശോയുടെ തിരുബിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തവും തിരുജലവും അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് രണ്ട് പ്രകാശരശ്മികൾ ഈശോയുടെ തിരുബിലാവിൽ നിന്ന് പുറപ്പെടുക. ഒന്ന് ചുവന്നതും മറ്റേത് വെള്ളയായ ഒരു പ്രകാശരശ്മി. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ വലിയ കാരുണ്യത്തെയാണ് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുക. അതുപോലെ തന്നെ ആ ഒരു ഛായാചിത്രത്തിൻ്റെ അടിയിൽ എപ്പോഴും എഴുതി വച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കർത്താവെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയുടെ ആ ഒരു പീഡാരഹസ്യങ്ങളിൽ, പീഡാനുഭവത്തിലും അതുപോലെ തന്നെ രക്ഷാകര രഹസ്യങ്ങളിൽ പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കുന്ന സമയമാണ്. അപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ഈ ഒരു രക്ഷാകര രഹസ്യങ്ങളെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. പലപ്പോഴും നോമ്പുകാലവും അതുപോലെ തന്നെ ഉയർപ്പ് കാലവും ഒക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും ആഴമായ വിശ്വാസത്തിലേക്ക് കടക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. കാരണം കർത്താവിൻ്റെ കരുണയാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള വലിയ ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കാറുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യമാണ്, ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം നയിക്കുന്നവരാണ്. നമ്മളൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം പൗലോസ്ലീഹ വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ 11-ാമത്തെ തിരുവചനം പറയുന്നു, തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ. തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായ കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. അതിൻ്റെ അർത്ഥം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം, അറിയുവാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ ഒരു വലിയ സ്വഭാവമാണ്, ദൈവം കരുണയാൽ സമ്പന്നമാണ്. ഈ ഒരു വലിയൊരു തിരിച്ചറിവ് നോമ്പുകാലത്തിൽ നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ആഴമായ വിശ്വാസത്തോടെ, ആശ്രയബോധത്തോടെ കർത്താവിൻ്റെ കരുണ മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ നമുക്ക് വേണ്ടി എന്തുമാത്രം പീഡകൾ സഹിച്ചു, എന്തുമാത്രം ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുരിശിലേക്ക് നോക്കുമ്പോഴാണ്. ആ ഒരു ഈശോയെ തിരിച്ചറിയുവാനും ആ ഒരു ഈശോയുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കി ദൈവം മനുഷ്യവംശത്തോട് കാണിച്ച ആ ഒരു വലിയ കാരുണ്യം, അതിൽ പൂർണ്ണമായ ആശ്രയം വെച്ച് നമ്മുടെ ജീവിതത്തെ നയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ നമ്മൾ കാണും. ഒത്തിരി ആളുകൾ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒക്കെ പുറകെ പോകാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതിനേക്കാളും ഉപരിയാണ് ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മൾ കണ്ടത്. ഇന്ന് വിശുദ്ധ കുർബാനയുടെ മധ്യേ ഈ അൾത്താരയിൽ കർത്താവ് വലിയ അത്ഭുതമായിട്ട് നമ്മുടെ കൂടെയായിരിക്കുകയാണ്. കാരണം ഒരു കൈ അകലത്തിൽ വിശുദ്ധ കുർബാനയായി സകലത്തിൻ്റെയും അധിപനായ ദൈവം ഇതാ ഈ അൾത്താരയിൽ നമ്മുടെ കൂടെയായിരിക്കണം.
അതുമാത്രമല്ല, വീണ്ടും നമ്മുടെ കൂടെയായിരിക്കുന്ന ദൈവം നമ്മളോട് ഇത്രമാത്രം കരുണ കാണിക്കുന്നു. പാപികളായ നമ്മുടെ ജീവിതങ്ങളിൽ ഇത്രമാത്രം കരുണ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിനല്ലാതെ വേറെ ആർക്കും സാധ്യമല്ല. ഇത്രമാത്രം കരുണ കാണിക്കും. അപ്പോൾ ആ ഒരു കരുണയിൽ, കർത്താവിൻ്റെ ആ വലിയ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പാപജീവിതത്തെ വെറുത്തുപേക്ഷിക്കുവാനും കൂടുതൽ വിശുദ്ധിയോടെ തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് വേണ്ടി ജീവിക്കുവാനായിട്ടുള്ള വലിയ കൃപ തരണമെന്ന് ഈ കരുണയുടെ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കരുണയോടെ നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും കർത്താവിത നമ്മുടെ കൂടെ ആയിരിക്കും. കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ കാര്യം പൂർണ്ണമായി കർത്താവിൽ ശരണപ്പെടും. കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുവാനും അതിൽ വിശ്വസിക്കുവാനും നമ്മൾ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നമ്മൾ കാണും. ഈ ഒരു കാര്യം വിശുദ്ധ ഫൗസ്റ്റിനായിലൂടെ ദൈവം നമുക്ക് അരുളി ചെയ്തു തന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കും, കുടുംബങ്ങളെ സമർപ്പിക്കും. വലിയ പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അഹങ്കാരം, അസൂയ, വിദ്വേഷം, മത്സര്യം, സകല തിന്മകളാലും കലുഷിതമായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കും. വിവാഹമോചനത്തിൻ്റെ വക്കിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കും. പരസ്പരം അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. പലപ്പോഴും പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നതിലും ദൈവത്തിൽ ആശ്രയിക്കുന്നതിലും ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി അത് പ്രഘോഷിക്കുന്നതിലൊക്കെ പലപ്പോഴും വിമുഖത കാണിക്കുന്ന സകലരെയും ഈ നിമിഷം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള സകലർ എല്ലാവരും പാപികൾ. നമ്മുടെ പാപത്തിൽ നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായ കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായ നടന്നെടുക്കാം. കർത്താവേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥന, കർത്താവിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ. കാരണം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഒരു വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കർത്താവെ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു എന്നുള്ള വലിയ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്കിപ്പോൾ മുട്ടിന്മേലായിരിക്കാം. താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ